ഇന്ന് നമ്മളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യമേ നമ്മൾ എടുത്തിരിക്കുന്നത് തൊമരപ്പരിപ്പ്, അതിന് സാമ്പാർ പരിപ്പെന്നും പറയും. പിന്നെ അതിൻ്റെ കഷ്ണങ്ങൾ, അതിന് ചേർക്കേണ്ട കഷ്ണങ്ങൾ: 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു വഴുതനങ്ങ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ കറ പോകാനായിട്ട്, ഒരു ചെറിയ മുരിങ്ങക്ക, 3 വെണ്ടയ്ക്ക, 2 തക്കാളി, ഒരു ചെറിയ സവോള, ഒരു 10-30 ചെറിയ പീസ് ചുമന്നുള്ളി, ചെറിയ പീസ് കുമ്പളങ്ങ വട്ടത്തിലരിഞ്ഞത്, ഒരു ക്യാരറ്റ് അതേപോലെ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, 3 ബീൻസ്, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, 3 പച്ചമുളക്. സ്റ്റൗ ഓൺ ചെയ്യുന്നു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. വെള്ളം തിളച്ചു കഴിഞ്ഞാണ് പരിപ്പിടേണ്ടത്. വെള്ളം ശരിക്ക് തിളച്ചു, ഇതിലേക്ക് നമ്മൾ പരിപ്പിടുന്നു. അടി പിടിക്കാതിരിക്കാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചുമന്നുള്ളി സവോളയുണ്ട്. ഇനി ഇതിലേക്ക് ചുമന്നുള്ളിയും സവോളയും, ചുമന്നുള്ളിയാണ് കൂടുതൽ സാമ്പാറിന് ടേസ്റ്റ് വരുന്നത്, ചുമന്നുള്ളിയാണ്. കുറച്ച് ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. അടച്ചു വെച്ച് വേവിക്കണം. ഒരു 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. രണ്ട് വിസിൽ ആയി. പരിപ്പും ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇടുന്നു. എല്ലാം കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്. വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, ക്യാരറ്റ്, ബീൻസ്, പടവലങ്ങ, പച്ചമുളക്, കുമ്പളങ്ങ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിൻ്റെ കൂടെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു സിറ്റി കേൾപ്പിക്കണം. ഒന്നേ കേൾപ്പിക്കാവൂ, ഇല്ലെങ്കിൽ കഷ്ണമെല്ലാം വെന്ത് പോകും. കഷ്ണമെല്ലാം വെന്തു. ഇനി നമ്മൾ ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ ഒക്കെ ചേർക്കണം. ആദ്യമേ ഇനി കുറച്ച്, ഇതൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ലായിരുന്നു. മുരിങ്ങക്ക, വെണ്ടയ്ക്ക, തക്കാളി ഇതെല്ലാം വഴറ്റിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായ ശേഷം വെണ്ടയ്ക്ക ആദ്യം ഇടുന്നു. കുറച്ച് മൂത്തു അപ്പോഴത്തേക്ക് മുരിങ്ങക്ക ഇടുന്നു. ആദ്യം വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൂടെ വഴറ്റി ഇതിനകത്തേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ്
ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് തക്കാളി ഇടണം. ഒരുമിച്ചിട്ട് വേവിച്ച എല്ലാം വേവിച്ചടിഞ്ഞ് പോകും. സാമ്പാറിനകത്ത് കഷ്ണമൊന്നും കാണില്ല. തക്കാളി ഇതിലേക്ക് ഇടുന്നു. ആദ്യം മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും വഴറ്റിയിട്ടു, അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു. ഇനിയാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി മസാലകൾ ചേർക്കണം. മസാല ചേർക്കാൻ പോവുകയാണ്. തീ കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി നേരത്തെ ചേർത്തതാണ്. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കി കരിയാതെ സൂക്ഷിക്കണം. തീ കുറച്ചേ ഉണ്ടാക്കാവൂ. 2 സ്പൂൺ സാമ്പാർ പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേണേൽ ഗ്യാസ് ഓഫ് ചെയ്തേക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സ്വല്പം വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇല്ല അങ്ങനെ ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കും. സ്വല്പം കൂടെ വെള്ളം. ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നമ്മളുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ കുറുകിപ്പോവും. വെള്ളം ഇച്ചിരി നല്ലപോലെ ഒഴിക്കണം. കാൽ സ്പൂൺ ഉലുവാപ്പൊടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കായം. കായപ്പൊടിയാണ്. കായമായിരുന്നെങ്കിൽ നേരത്തെ ഇടേണ്ടിയിരുന്നു. ഇത് പൊടിയായതുകൊണ്ട് ഇപ്പോൾ ചേർത്താണ്. 1/2 സ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്. ഇനി വെച്ചിരിക്കുന്ന പുളി നല്ലപോലെ പിഴിഞ്ഞ്, ആദ്യമേ തക്കാളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളിയും ഉപ്പൊക്കെ വെള്ളം കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. കുറുകിയിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു, കുറച്ചുകൂടെ ഉപ്പിടുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപ്പ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് അടുപ്പേ വെച്ച് തിളപ്പിക്കണം. വെറുതെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി, വിസിലൊന്നും അടുപ്പിക്കണ്ട. ഇത് കഷ്ണമെല്ലാം മസാലയ്ക്ക് പിടിക്കാനായിട്ട് 5 മിനിറ്റ് കൂടെ നമ്മൾ വേവിച്ചായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ശരിയായി. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് വേവിച്ചായിരുന്നു. കഷ്ണമെല്ലാം ഒന്ന് മസാലയിൽ പിടിക്കാനായിട്ട്. സാമ്പാർ റെഡിയായി. കടുവറക്കാനായിട്ടൊരു പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്.
അതൊരു സൈഡിലേക്ക് കുറച്ച് ചുമന്ന ശേഷം അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ച് കടുക് ഇടുന്നുണ്ട്. ആദ്യമേ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 ഉലുവ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 വറ്റൽമുളക് തീ കുറച്ചിടണം. അതിനുശേഷം കരിവേപ്പില. വെച്ചിരിക്കുന്ന മല്ലിയില ഇതിൻ്റെ മേളിൽ സാമ്പാർ റെഡിയായി.